വിശുദ്ധ സിമോണിയുടെയും 7 മക്കളെയും രക്തസാക്ഷിത്വത്തിന്റെ തിരുനാൾ. 2 മക്കബായർ 7-ാം അധ്യായം 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശോജ്വലമായ ഒരു രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാണ് ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്നത്. അസീറിയൻ അധിനിവേശത്തിന് ശേഷം അടിമകളാക്കി മാറ്റിയ യഹൂദജനത്തെ മക്കബായരുടെ നേതൃത്വത്തിൽ നടന്ന ചെറുത്തുനിൽപ്പിന്റെ നീണ്ട വീരകഥകളാണ് മക്കബായരുടെ പുസ്തകം മുഴുവൻ നാം വായിക്കുന്നത്. പലരും അതിനിടയിൽ വീരചരമം പ്രാപിച്ചു. അതിലെ ഏറ്റവും ധീരകഥയാണ് സിമോണിയായുടെയും 7 മക്കളുടെയും ജീവചരിത്രം. 2 മക്കബായർ 7. ഇതുപോലെ അനേകായിരം രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പടുത്തുയർത്തപ്പെട്ടതാണ് തിരുസഭ. പീഡനങ്ങൾ അന്നെന്ന പോലെ ഇന്നും തുടരുകയാണ്. പക്ഷേ എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് തിരുസഭ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകളുണ്ടാവുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചറിയുന്നതുപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിനോട് കൂടെ സഹിക്കുവാൻ പങ്കുകാരാകാൻ കഴിഞ്ഞതിൽ ആഹ്ലാദിക്കുവിൻ. 1 പീറ്റർ 4:12. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് നീ പീഡ സഹിക്കുന്നതെങ്കിൽ ലജ്ജിക്കുകയല്ല, അഭിമാനിക്കുകയാണ് വേണ്ടത്. അതിന് ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. 4:19. തന്നെ അനുഗമിക്കുന്നവർക്ക് യാതൊരു മോഹന വാഗ്ദാനങ്ങളും യേശു നൽകുന്നില്ല. താൻ അനുഭവിച്ച ദാരിദ്ര്യവും സഹനങ്ങളും കുറ്റപ്പെടുത്തലുകളും അകാരണമായ തെറ്റിദ്ധാരണകളുമാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമെന്നതാണ് ദൈവേഷ്ടം. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. മത്തായി 10:24.